അത് അങ്ങനെ വരുന്നെങ്കിലല്ലേ വരുമോ നോക്കാം. പക്ഷെ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് വലിയ പരിഹാസ്യമായ അവസ്ഥയാണ്. ഈ അങ്ങനെ വന്നാൽ നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം ഒരു പ്രസക്തമാണ്. ഏത് മണ്ഡലമാണ് ഉപേക്ഷിക്കുക? അങ്ങനെ ഉപേക്ഷിക്കപ്പെടേണ്ട ഒരു മണ്ഡലമാണോ എന്ന നിലക്കാണോ വയനാടിനെ കാണുന്നത് എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. അത് പിന്നീട് കാണേണ്ട കാര്യമാണ്. എന്താണെന്ന് നോക്കാം. ഇപ്പൊ അത് സംബന്ധിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഓ അത് കോൺഗ്രസിനെതിരെ ഒന്നും പറയരുത് എന്ന മാനസികാവസ്ഥയിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ എന്താ പ്രശ്നം? ആ പ്രശ്നം ഒന്ന്, ഈ കോൺഗ്രസിനെ വിമർശിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് മതനിര +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. താർക്കാൻ ശ്രമിക്കുന്നത് BJP സർക്കാരാണ്. അത് പ്രത്യേകമായി നരേന്ദ്രമോദിയുടെ രണ്ടാം ഊഴം ആരംഭിച്ചതിന് ശേഷമാണ് RSSന്റെ അജണ്ട പ്രത്യക്ഷത്തിൽ നടപ്പാക്കി തുടങ്ങിയിട്ടുള്ളത്. ഈ ഭാഗമാണ് എൻ്റെ പ്രസംഗം മുഴുവൻ ഞാനിപ്പോൾ ഇവിടെ പറയണ്ടല്ലോ, പറഞ്ഞു പോകുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിനകത്ത് വരുന്ന ഒരു പ്രശ്നം, ഈ കാര്യത്തിൽ ആദ്യത്തെ ഇനം നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം സ്വീകരിച്ച ആദ്യ നടപടി, അത് 2019 രണ്ടാം ഊഴം ആരംഭിക്കുന്നത്. 2019 തന്നെയാണ് നമ്മുടെ രാജ്യത്ത് പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. ആ പൗരത്വ നിയമ ഭേദഗതി നിയമത്തിനെതിരെ വലിയ തോതിലുള്ള പ്രക്ഷോഭം രാജ്യത്ത് ഉയർന്നു പോയി. ലോകത്താകെ അതിനെതിരെ പ്രതിഷേധം ഉയർന്നു. എൻ്റെ പ്രസംഗത്തിൽ അമേരിക്കയെ പറ്റി ഞാൻ എല്ലാവരുടെയും പറയുന്നുണ്ട്. കാരണം അമേരിക്കയുടെ മുന്നിൽ രാജ്യത്തെ തന്ത്രപരമായ സത്യശക്തിയാക്കി മാറ്റിയതാണല്ലോ നരേന്ദ്രമോദി. അപ്പോൾ അമേരിക്കക്ക് വലിയ താല്പര്യമാണല്ലോ ഇന്ത്യയെ ഒന്നിച്ച് കിട്ടുക എന്ന് പറയുന്നത്. എന്നിട്ടും അവർക്ക് ഇന്ത്യ ഗവൺമെൻറ് ചെയ്ത ഈ കാര്യത്തെ വിമർശിക്കേണ്ടി വന്നു, തള്ളി പറയേണ്ടി വന്നു. കാരണം ലോകത്ത് ഒരു പരിഷ്കൃത രാഷ്ട്രവും 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മതാടിസ്ഥാനത്തിൽ പൗരത്വം കാണുന്നില്ല. നമ്മൾ മതാടിസ്ഥാനത്തിൽ പൗരത്വമെന്ന് ഈ നിയമ ഭേദഗതി വന്നപ്പോൾ അതിനെ അപലപിക്കാൻ അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ തയ്യാറായി. അത് ലോകത്തിൻ്റെ കാര്യം. രാജ്യത്ത് വലിയ പ്രക്ഷോഭം നടന്നു. ആ പ്രക്ഷോഭത്തിൽ ഇടതുപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്യപ്പെട്ട കാര്യമൊക്കെ ഞാൻ പറയുന്നത്. എവിടെയെങ്കിലും കോൺഗ്രസ് നേതാക്കളെ ആരെങ്കിലും കണ്ടോ? ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ കണ്ടോ? എന്തേ ഇല്ലാത്തത്? അവിടെയാണ് ആ ചോദ്യം. രാജ്യത്ത് ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭം നടന്നു. ആ പ്രക്ഷോഭത്തിൽ ഇടതുപക്ഷ നേതാക്കൾ, പേരൊക്കെ ഞാൻ പറയുന്നുണ്ട്, പേര് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല എന്നേ ഉള്ളൂ, ആ ഇടതുപക്ഷ നേതാക്കളെ എല്ലാം അറസ്റ്റ് ചെയ്തു. ആ കാര്യത്തിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിനെ കണ്ടോ? കോൺഗ്രസ്സുകാരൻ ആരെങ്കിലും ഉണ്ടായി?